UDF സർക്കാർ അന്യായമായി സ്ഥലമാറ്റം നടത്തിയെന്ന് ആരോപിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. അധികാരത്തിന്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാൾമാരും അധികാരം സ്ഥാപിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. 10 വർഷം നീതി കിട്ടാത്തവർക്ക് സ്വാഭാവിക നീതി നൽകിയെന്നാണ് മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകിയത്. സണ്ണി ജോസഫിന്റെ ബന്ധുനിയമനം സഭയിൽ പ്രതിപക്ഷം ഉയർത്തിയെങ്കിലും മന്ത്രി മറുപടി പറഞ്ഞില്ല. അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. മുൻകാലങ്ങളിൽ ഒന്നുമില്ലാത്ത വിധം ചട്ടവിരുദ്ധമായി UDF സർക്കാർ വ്യാപകമായി സ്ഥലം മാറ്റം നടത്തുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. ഭരണാനുകൂല സംഘടനാ നേതാക്കൾ നൽകുന്ന കത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് സ്ഥലം മാറ്റമെന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ വി ജോയ് ആരോപിച്ചു. സർക്കാർ യഥാർത്ഥത്തിൽ അധികാരത്തിൽ വരുന്നത് മെയ് 18-നാണ്. പക്ഷേ ഇവിടുത്തെ ട്രാൻസ്ഫർ ഓർഡറുകളെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്ന അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം, സർക്കാർ 18-ന് മുമ്പ് അധികാരമേൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ട്രാൻസ്ഫറുകളെല്ലാം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സംഘടനാ നേതാക്കന്മാർ ലെറ്റർ പേഡിൽ എഴുതി കൊടുത്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന കാലഘട്ടമായി UDFന്റെ ഭരണം മാറി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഭരണം സുഗമമാക്കുന്ന നടപടി മാത്രമാണ് സ്വീകരിച്ചതെന്നാണ് സ്ഥലമാറ്റത്തെ സണ്ണി ജോസഫ് വിശദീകരിച്ചത്. പ്രതികാരത്തിന്റെ അടിസ്ഥാനത്തിലല്ല മാറ്റമെന്നും സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം ആയത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും സഭയെ അറിയിക്കുന്നു. അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. മാനദണ്ഡങ്ങൾ മറികടന്ന് നടത്തിയ സ്ഥലം മാറ്റങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക് വഴിയൊരുക്കുമെന്നതാണ്. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം കോമഡിയാണെന്നാണ് ലീഗ് MLA നജീബ് കാന്തപുരം പരിഹസിച്ചത്. ഇന്നത്തെ അടിയന്തര പ്രമേയം വളരെ കോമഡിയാണ് സർ. യഥാർത്ഥത്തിൽ സ്ഥലം മാറ്റത്തെ കുറിച്ചാണ് വ്യാകുലപ്പെടുന്നത്. അതിനു മുമ്പ് നിങ്ങൾ എത്ര പേരെയാണ് പിൻവാതിലിലൂടെ തള്ളിക്കയറ്റിയത് എന്ന് ഒരിക്കലെങ്കിലും നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു സർ. നിങ്ങൾ പിൻവാതിലിലൂടെ തള്ളിക്കയറ്റിയവരെ എല്ലാം മുൻവാതിലൂടെ ഞങ്ങൾ കൈകൊടുത്ത് തിരിച്ചയക്കും എന്നതാണ് ആദ്യമായി നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം. പുതിയ അംഗങ്ങൾക്ക് നിയമസഭാ പരിശീലനത്തിന് സെമിനാർ നടത്തുമെന്ന് സ്പീക്കർ പ്രത്യേക റൂളിംഗ് നൽകി. ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ചെയറിന് മുഖം മറഞ്ഞു നിൽക്കുക, ഇവിടെ തന്നെ ക്രോസ് ചെയ്തു പോകുന്ന ആളുകൾ അങ്ങനെ തലങ്ങും വിരങ്ങും പോവുക. ഒരാൾ വഴിതെറ്റി വന്ന് വെല്ലിന്റെ ഭാഗത്ത് വരെ വന്ന് നിന്ന് മടങ്ങിപ്പോയത് ഞാൻ ഓർക്കുകയും ചെയ്യാണ്. 71 അംഗങ്ങളും അതിനോട് സഹകരിക്കണം. നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരന്മാർ ചെയ്യുന്ന നടപടി അതിലെ നല്ല വശം എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ഈ 71 അംഗങ്ങളും കൃത്യമായി ഈ രൂപത്തിൽ തന്നെ പാലിച്ചു പോകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ച ഇന്നും നാളെയും സഭയിൽ തുടരും. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.